and welcome back to another home tour series of Marble Gallery. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നാദാപുരം ആണ്, which is closer to നാദാപുരം, yes. And അബ്ദുൽ കരീം സാറിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഇതിന്റെ ഒരു ഡിസൈനും ആർക്കിടെക്ചറൊക്കെ നമ്മളുടെ ചെയ്തേക്കുന്നത് ഇയാമ ആർക്കിടെക്ചേഴ്സ് ആണ് ആൻഡ് ആർക്കിടെക്ട് അനീസ്. വെൽക്കം ടു മാർബിൾ ഗാലറി ഷോ. സോ ഫോർ ദ ഓഡിയൻസിന് വേണ്ടി ഞാൻ പറയാണ്, ദിസ് ഈസ് ആർക്കിടെക്ട് മുഹമ്മദ് അനീസ്. പുള്ളിയാണ് പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഓഫ് ഇയാമ ആർക്കിടെക്ചർ അല്ലേ? ഹായ്. സോ സർ, ഞാൻ വീട് കണ്ടു, ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ്. പക്ഷെ ടെൽ മീ സംതിങ്, എന്തുകൊണ്ട് എല്ലാവരും ഇയാമ സെലക്ട് ചെയ്യണം? ഇയാമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇയാമ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാണ്. ഓക്കെ. ഞങ്ങൾ 300+ പ്രോജക്ട്സ് നമ്മൾ ഡെലിവർ ചെയ്ത് കഴിഞ്ഞു. നമ്മള് അറിയാം, പ്രോജക്ട്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കേരള, തമിഴ്നാട്, കർണാടകയിലാണ് നമ്മുടെ പ്രോജക്ട്സ് ഏറ്റവും കൂടുതലുള്ളത്. ഓ, അപ്പോൾ ദിസ് നോട്ട് ജസ്റ്റ് പാൻ കേരള, ഈവൻ ഔട്ട്സൈഡ് അല്ലേ? വെരി നൈസ്. സോ നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു മെത്തേഡ്, ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ക്ലയന്റിന്റെ ടേസ്റ്റും പ്ലസ് നമ്മളുടെ ഐഡിയാസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഫോമാണ് നമ്മൾ എപ്പോഴും ക്ലയന്റിന് കൊടുക്കുക. അപ്പം എപ്പോഴും എല്ലാവരും പറയാം ആർക്കിടെക്ടിന്റെ സിഗ്നേച്ചർ എന്നാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ക്ലയന്റിന്റെ ഡ്രീമാണ് ഒരു വീട്, അവരുടെയും കൂടി ഒരു സിഗ്നേച്ചർ വേണം. അപ്പം ഈ വീട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലായിടത്തും നിങ്ങൾക്ക് ക്ലയന്റ് ഇഷ്ടപ്പെടുന്ന അവരുടെ ടേസ്റ്റിലുള്ള കളേഴ്സ്, കളർ സ്കീംസ്, മെറ്റീരിയൽസ് എല്ലാം 100% അവരൊരു ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ മനസ്സിന്റെ തൃപ്തി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഭയങ്കര കസ്റ്റമൈസേഷൻ ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പോഴും സെർവ് ചെയ്യുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയോ? അതായത് ഒരു പ്രോജക്റ്റ് നമുക്ക് പല രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചൈനയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം, ഇന്തോനേഷ്യ പോവാം, അങ്ങനെ പല പർച്ചേസസ് നമുക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ക്ലയൻസിന് പല ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ടൈലേർഡ് മെയ്ഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് ക്ലയന്റ് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെയും കൊണ്ട് പോയിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് പിന്നെ സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക, അത് അവർക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻസും ഉണ്ട്. നമ്മൾ നേരിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ക്രിയേറ്റീവ് മെത്തേഡിൽ നോക്കുമ്പോൾ ഉണ്ട്. അതേപോലെ ഇപ്പൊ ഈ വീടിന്റെ തന്നെ ഡിസൈൻ, എനിക്ക് തോന്നുന്നു നമ്മൾ യൂഷ്വലി ഒരു ക്ലയന്റ് ആയിട്ട് എങ്ങനെ ഈ ക്ലയന്റ് സാറിന്റെ അടുത്ത് വന്നത്? ജനറലി ഇയാമയുടെ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് ക്ലയൻസ് ആണ് കൂടുതലും. അപ്പം ഒരു പ്രൊജക്ട് കണ്ട് അവരുടെ സുഹൃത്തുക്കള്, ബ്രദേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സ്, ഇങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മുടെ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇയാമയും ഒരു ബിഗ് ഫാമിലി ആയിട്ടാണ് നമ്മളെപ്പോഴും കാണുന്നത്. നിങ്ങൾ മാർബിൾ ഗാലറിയിൽ നിങ്ങൾക്ക് ക്ലയൻസിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇവരുടെ പല റിലേഷൻസ് നമ്മുടെ സർവീസ് വൈസ് ആണല്ലോ ആൾക്കാർ. അപ്പം ആ ഒരു റിലേഷൻ നമ്മൾ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ബേസിക് മോട്ടോ. അപ്പം അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്ലയന്റ് ത്രൂ ആണ് നമ്മൾ നാദാപുരത്ത് വേറെ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടിനാണ് കരീംക, ഇതിന്റെ ഓണർ കരീംക നമ്മളായിട്ട് കണക്ട് ആയിട്ടുള്ളത്. സാർ പറഞ്ഞപ്പോ 2-3 years ആയല്ലേ? എനിക്ക് തോന്നുന്നു സാർ ഇവിടെ ഈ പ്രോജക്റ്റിന് ഇപ്പൊ എത്ര നാളായി? ഈ പ്രോജക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി. അതായത് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ വരുന്ന ആളുകളൊക്കെ പറയുന്നത് ഇതിന്റെ പ്ലാന് ഭയങ്കര അപ് ടു ഡേറ്റ് ആണ്, പുതിയ ഒരു മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഈ പ്ലാൻ ഞങ്ങൾ ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ കൊറോണ ഒക്കെ വരുന്ന ആ ടൈമിന്റെ മുമ്പാണ് ആക്ച്വലി നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് എൻ്റർ ആവുന്നത്. ശരിക്കും അന്ന് നമ്മൾ ചെയ്ത പ്ലാനും ഇന്നും നമുക്ക് കാലാതീതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ് നമ്മൾ ഈ ഡിസൈൻ പ്ലാൻ ചെയ്യുന്നത്. 5 years ബാക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻസ് പ്ലാൻ ചെയ്തിട്ട് ഒരു കണ്ടംപററി ആസ് വെൽ ആസ് എന്താണ് വാട്ട് ഈസ് കമ്മിങ് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് തന്നെ അതൊരു സ്മാർട്ട് സ്റ്റഡി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പം പറയുന്നത് ഒരു 15 to 20 years ഒരു പ്രോജക്റ്റ് ലൈവായിട്ട് ഇരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ 15 വർഷം മുമ്പ് നമ്മൾ ചെയ്ത പ്രോജക്ട്സ് ഇപ്പൊ നമ്മളടുത്ത് റിനോവേഷൻ വന്നു തുടങ്ങി. ഈ റിനോവേഷന്റെ ഈ ടൈമിംഗ് ഡ്യൂറേഷൻ കുറഞ്ഞു വരിക. ഇനിയിപ്പോ അതൊരു 10 വർഷമായിട്ട് ചുരുങ്ങും. ഇപ്പൊ മുമ്പൊക്കെ നമ്മൾ കൊമേഴ്ഷ്യൽ മാത്രമാണ് വളരെ ഒരു ചെറിയ ഗ്യാപ്പിൽ
റെനോവേഷൻസ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് ഒരു 10 വർഷം 8 വർഷമൊക്കെ ആകുമ്പോഴേക്ക് ക്ലയൻസ് അവരെ സാമ്പത്തിക സ്ഥിതിയും അവരെ മരുന്നൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് പിന്നെ ലക്ഷറി പീപ്പിൾ ഇനി നമ്മളുടെ വരുന്ന ഈ ടെക്നോളജി ഇന്നോവേഷൻസ് പുതിയ ഡിസൈൻസ് ഒക്കെ മാർക്കറ്റിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പീപ്പിൾ വോണ്ട് ടു ഗ്രോ ഓൺലി. എല്ലാവർക്കും ചുരുങ്ങി ജീവിക്കുന്നേക്കാളും കൂടുതൽ അപ്ഡേറ്റഡ് ആകുക ടു ലിവ് അറ്റ് ദ പ്രസന്റ് വിത്ത് ദ റൈറ്റ് തിങ്. അതെ, കറക്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു മെത്തേഡിലാണ് ഈ പ്ലാനിങ് ചെയ്യാറ്. അപ്പം നമ്മളെപ്പോഴും ക്ലയൻസിന് പറയും നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വേണം. പല ക്ലയൻസും റിക്വയർമെന്റ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ വേണ്ട, അത് പിന്നീട് ഇപ്പൊ നമ്മളെ ലിസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും അങ്ങനെ പറയും. നമ്മൾ പറയും നമ്മൾ ഇപ്പോഴേക്കല്ല, അടുത്ത സ്പേസ് കാണാം. ഇപ്പൊ നമ്മൾ പുതിയ പ്ലാൻസിലൊക്കെ നോക്കിയാൽ കാണാം നമ്മൾ ലിഫ്റ്റിന് ഒരു പ്രൊവിഷൻ നമ്മളവിടെ വെച്ചിട്ടുണ്ടോ. അങ്ങനെ പല സംഗതികൾക്കും വേണ്ടി പ്രൊവിഷൻസ് അറ്റ്ലീസ്റ്റ് നമ്മൾ പ്ലാനിങ്. സോ ഐ വുഡ് സേ ഏതൊരു കസ്റ്റമറിനും എനിക്ക് തോന്നുന്നു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിച്ച് ഐ വുഡ് സജസ്റ്റ് നിങ്ങളൊരു ഫ്യൂച്ചറിലോട്ട് നമ്മളൊരു വീട് പണിയുമ്പോൾ ഒരു ഫ്യൂച്ചറിലോട്ട് നമ്മൾ തിങ്ക് ചെയ്യുക അല്ലെ, ഒരു 5 to 10 years മുമ്പോട്ട് തിങ്ക് ചെയ്യുക. അപ്പോൾ ഇയാമ ആർക്കിടെക്ട്സ് വിൽ ഡെഫിനറ്റ്ലി ഒൺലി ലുക്ക് അറ്റ് ദാറ്റ്. ഏതൊരു പ്ലാനിങ്ങും അവരെടുക്കുമ്പോൾ അവരൊരു 5 years to 10 years പ്ലസ് മുമ്പോട്ട് തിങ്ക് ചെയ്തിട്ടാണ് ലേറ്റസ്റ്റ് ഡിസൈൻസ് കൊണ്ടുവരുന്നത്. സോ നമുക്ക് ഇനി നമ്മുടെ കസ്റ്റമറിനൊന്ന് പരിചയപ്പെടാം. എൻ്റെ അബ്ദുൽ കരീം. നാട് ഇവിടെ തന്നെയാണ്, പാനൂര് ചെറുപ്പറമ്പ്. ഇവിടെയാണ് തറവാട്. അതെ, ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറമാണ്. 100 മീറ്റർ ജാതിക്കുണ്ട് ടൗൺ. സർ ഖത്തറിലാന്ന് സർ പറഞ്ഞു നേരത്തെ. അതെ. അപ്പൊ എത്ര കൊല്ലായിട്ട്? ഞാൻ 23 വർഷമായി അവിടെ. 23 കൊല്ലായിട്ട് സർ ഖത്തറാണ്. അപ്പൊ ഏത് ഏജില് സർ പോയി? 24 വയസ്സ് പോയി. ഓക്കെ സർ, അവിടെ പോയി സെറ്റിൽ ചെയ്ത് സർ എനിക്ക് ലേബർ കോൺട്രാക്ട് അല്ലേ? മാൻ പവർ കൺസ്ട്രക്ഷൻ. ഞാൻ ഫാമിലിയായിട്ട് ഒരു 15 വർഷം അവിടെ കണ്ടിന്യൂ അവിടെ തന്നെയാണ്. ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽ ചെയ്യുന്നു അവിടെ. പിന്നെ ഈ കൊറോണ സമയത്ത് പിന്നെ സെറ്റിലാണെന്ന് തോന്നി ആ സമയത്ത്. അപ്പൊ ഈ സ്ഥലമൊക്കെ അപ്പൊ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി തന്നെ എക്യൂർ ചെയ്ത്? അപ്പൊ അത് എത്ര, ഒരു 5 കൊല്ലായി? 4 വർഷമായി. 4 വർഷമായി. ഓക്കെ. അപ്പൊ 4 years ബാക്ക് ഒരു സർവീസ് ലാൻഡ് ഒക്കെ എക്യൂർ ചെയ്തു. എങ്ങനെയാണ് അനീസ് സാറിനെ പരിചയപ്പെട്ടെ? അനീസ് സാറിന് ഞാൻ അങ്ങനെ കാലിക്കറ്റിലേക്ക് പോവായിരുന്നു. അങ്ങനെ എന്റെ ഫ്രണ്ട് ഉണ്ട് സുരേഷ് ബാബു, ഖത്തറിന്ന് പുള്ളി നമ്പർ തന്നു. സാറിന്റെ ഓഫീസിൽ പോയി ഞാൻ എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് അനീസ് സാറായിട്ട് കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം, വീട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ചോദിച്ചു. ഞങ്ങളെ ഭാവനയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് സാറിനോട് പറഞ്ഞു. ഇങ്ങനെ വേണം, ഇത്ര റൂംസ് വേണം. എന്തായിരുന്നു സാറിന് ഇങ്ങനെ ഒരു കണ്ടംപററി ഡിസൈനിലോട്ട് വരാൻ? ഡിസൈൻ എല്ലാം സാറിന് വിട്ടുകൊടുത്തില്ല. സാറിനെല്ലാം വിട്ടുകൊടുത്തു. ഈ പ്രോജക്റ്റ് ഇത്രയും സക്സസ് ആവാനുള്ള ഒരു വലിയ റീസൺ ഉണ്ട്. അതായത് ഈ പ്രോജക്റ്റ് ഇപ്പൊ കഴിഞ്ഞ സൺഡേ ആണ് ഇവിടെ ഹൗസ് വാമിങ് നടന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും കരീം ഖാനോടും പിന്നെ എന്നെ അറിയുന്ന ആളുകളും നമ്മളെ വിളിച്ചിട്ട് അവരൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റില് കരീം ഖാൻ നമ്മൾ തമ്മിലൊരു ബന്ധം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, കരീം ഖാൻ ഒരു ആവശ്യം പറയും എപ്പോഴും, ആ ആവശ്യം ഇന്ന രൂപത്തിലാക്കാമെന്ന് ഞാൻ അങ്ങോട്ടും പറയും. ശേഷം കരീം ഖാൻ പിന്നെ ഇങ്ങനെ ആക്കിക്കൂടെ എന്നുള്ള കളറിലൊക്കെ അവർക്കൊക്കെ കുട്ടികൾക്കായാലും ഭാര്യക്കായാലും ഇവർക്കായാലും സജഷൻസ് ഉണ്ട്. സജഷൻസ് ഒക്കെ പരിഗണിച്ചിട്ട് ഡെലിവറി ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. 100% ഇവരുടെയും കൂടിയും ഒരു ഐഡിയാസും ഇൻവോൾവ്മെന്റ്സും ഉള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷൻ അത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ബിക്കോസ് നല്ല കളർ തീംസ് ആണെങ്കിലും നല്ല രീതിയിൽ ആ കളർ തീംസും ഒക്കെ കളർ പാലറ്റ്സ് ഒക്കെ ഒന്നിനോട് സിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കര ഓവർ കോൺട്രാസ്റ്റും അല്ല. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ അതിന്റെ ഒരു കർട്ടൻസ് ആണെങ്കിലും ശരി, ഫർണിഷിംഗ് ആണെങ്കിലും ശരി, അന്നൊരു ചെറിയ സ്ഥലത്തൊക്കെ കളേഴ്സ് കൊടുത്ത്, ഇവിടെ ഒരു ചെറിയ ലാവൻഡർ ഷെയ്ഡ്സ് കൊടുത്ത്, അങ്ങനെ ഓരോരോ സ്ഥലത്ത് നമ്മളെ എനിക്കൊരു ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ഫാബ്രിക്സും ഫർണിച്ചേഴ്സും അല്ലേ സർ എല്ലാം ഒരു ആർട്ട് വർക്ക്സ് ഒക്കെ കാണാം. 100% ഡിസൈൻഡ് ആണ് അതെല്ലാം. നമ്മള് പിന്നെ ഒരു ഗാലറി പർച്ചേസ് ചെയ്യുക അങ്ങനെയൊന്നും അല്ല. 100% ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഇവിടുത്തെ കളർ ടോൺസും കളർ തീംസും പാലറ്റ്സും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഡിസൈൻഡ് ആണ് എല്ലാ. സോ ഇനി നമുക്ക് കരീം സാറിന്റെ ഫാമിലിനെ പരിചയപ്പെടാം. കരീം സാറ്, വൈഫ്, 3 കുട്ടികളെ, അവരുടെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിന് പരിചയപ്പെടാം. ഇനി കരീം സാറിന്റെ ബെറ്റർ ഹാഫിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മാമിന്റെ പേര്? എൻ്റെ പേര് സുനീറ. മാമിന്റെ നാട് എവിടെയാ? തലശ്ശേരി കതിരൂർ.
തലശ്ശേരിയിലാണ്. ശരിക്കും മാമും സാറിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു 16 ഇയേഴ്സോളം അല്ലെ ഖത്തറിൽ സെറ്റിൽഡ് ആയിരുന്നു. കല്യാണം കഴിച്ച ഉടനെയാണ് മാം ഖത്തറിലോട്ട് പോയത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കോവിഡ് ടൈം ആ ടൈം ആയപ്പോഴാണ് വീട് ഒക്കെ പ്ലാൻ വന്നപ്പോഴാണ് മാം ഇങ്ങോട്ടൊന്ന് സെറ്റിൽ ആയത്. ശരിക്കും മാം കിച്ചൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ലേഡീസിന് നമുക്കാണ് അറിയുന്നത് ഇതിന്റെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ വേണം അല്ലെ. ഒരു ഓർഗനൈസേഴ്സ് മാത്രമല്ല ഇതിന്റെ കളർ തീം. സോ മാമിന് ഈ ഒരു പ്ലാനിങ്ങിലോട്ട് വന്നപ്പോഴേ എന്തായിരുന്നു മാമിന്റെ സജഷൻസ്? കിച്ചൺ നല്ലൊരു കളർ തീമിൽ വേണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കിച്ചണിന് കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ആണെങ്കിലും ഇവിടുന്നാണെങ്കിലും കിച്ചണിനാണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും അത് ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കോർട്ട്യാർഡ്. അപ്പൊ ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഷോ കിച്ചൺ അല്ലേ. കൂടുതൽ കുക്കിംഗ് ഒന്നും നമുക്ക് മോസ്റ്റ്ലി ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ശരിക്കും പറഞ്ഞ ഒരു വർക്കിംഗ് കിച്ചൺ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റും. അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒരു ലൈറ്റ് തീമിലോട്ടാണ് മാം പോയത്. എന്തുകൊണ്ട് ഒരു ലൈറ്റ് തീം? യൂഷ്വലി ആൾക്കാർ പറയുമ്പോൾ ഡാർക്ക് ആണ്, ചെളി അങ്ങനെയൊക്കെ പറയും. എന്തുകൊണ്ട് മാമിന് ഒരു ലൈറ്റ് തീമിലോട്ട് പോകാൻ കാരണം? കൂടി വെളിച്ചം കിട്ടും, ക്ലീൻ ആയിട്ട് എപ്പോഴും ഒരു ക്ലീൻ ലുക്ക് വരും, ക്ലീൻ ആയിട്ടിരിക്കും. അതെ. പിന്നെ ഇവിടുന്ന് ഈ വിൻഡോ കൂടി കോർട്ട്യാർഡിലേക്കുള്ള ലുക്ക് നോക്കുക, വ്യൂ ഒക്കെ കുറച്ചും കൂടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാമിന്റെ ഒരു തോട്ട് പ്രോസസ് അങ്ങനെയായിരുന്നു. അതിനായിരുന്നു മാം എന്തായാലും ആ കോർട്ട്യാർഡ് വേണം എന്ന് തന്നെ പറഞ്ഞു. എല്ലാ ഭാഗത്തുനിന്നും ആ ബോത്ത് കിച്ചൺ, ദാറ്റ് ഈസ് ഷോ കിച്ചൺ ആണെങ്കിലും ശരി വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും ശരി, മാമിന് കുറേ കൂടി ഒരു ലുക്ക് ആ ഒരു കോർട്ട്യാർഡിലോട്ട് കൂടി വന്നിട്ടുണ്ട്. So this is Hiba. Hibയുടെ room ആണ് ഇത്. Okay, so Hiba, I saw ഒരു different kind of ഒരു room ആണ് in terms of color. Yeah, this is kind of vintage, colorful vibe. Okay. Yeah. Actually ഹിബയുടെ ഒരു ചോയ്സ് ആയിരുന്നു അല്ലേ? Yeah, this is my thought of my room, and you can see ഇറ്റ്സ് ഫുൾ ഓഫ് ഒരു കളർഫുൾ ലൈക്ക് ഇപ്പൊ നോക്കിയാൽ ഹിബയുടെ ഒരു കളർ ചോയ്സസ് എന്ന് വെച്ചാൽ ഒരു ബ്രൈറ്റും അല്ല, നോട്ട് ടു മച്ച് ഡാർക്ക് ഓൾസോ. ഒരു വിന്റേജ് കളേർഡ് തീമിലോട്ടാണ് ഹിബ പോയത്. സോ ഹിബയുടെ സിസ്റ്റർ ആൻഡ് എ ബ്രദർ, യു ഹാവ് എ സിസ്റ്റർ ആൻഡ് എ ബ്രദർ. സോ യാ, ഷീസ് അല്ലേ, ദിസ് ഇസ് she's my younger one, and her name is Heza. And എവിടെ ബ്രദർ എവിടെ പോയി? Okay, so this is the youngest one. Okay. And his name is Mohammad Adnan. Okay. ഇത് ഹെസിയുടെ റൂമാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ബെഡ്റൂം തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ? ഹെബയുടെ റൂമിൽ കുറേ കൂടി ഡാർക്കർ ഷെയ്ഡ്സും വിന്റേജ് കളേഴ്സ് ആണ്. ആൻഡ് ഹെസിയുടെ റൂം കുറച്ചും കൂടി ലൈറ്റും നേച്ചർ തീമും ലൈറ്റും ഗ്രീനും അല്ലേ? I think you wanted that. Yes. You wanted, എനിക്ക് തോന്നുന്നു ഹെസിയുടെ ടേസ്റ്റ് വാസ് മോർ ഓൺ ഒരു ലൈറ്റർ കളർ ഷെയ്ഡ്സും കുറെ കൂടി ലൈറ്റ് വരണം എന്നാണല്ലേ? റൂം ഷുഡ് ലുക്ക് ബ്രൈറ്റ് അല്ലേ? അപ്പൊ അതായിരുന്നു ഈ ഹെസിയുടെ റൂമിന്റെ തീം. നമ്മൾ 2 പേരുടെ റൂം കണ്ടു. നമ്മൾ അദ്നാൻ ജൂനിയറിന്റെ ഏറ്റവും ഫേവറേറ്റ് റൂം എന്താണ്? ജിം ആണെന്ന്. സോ പുള്ളിയാണ് പറഞ്ഞത് പുള്ളിക്ക് ജിം വേണം അല്ലേ? സോ ഈ കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ്, സൈക്ലിംഗ്, പിന്നെ ട്രെഡ്മിൽ, ഇതെന്താ ഇത് കോമ്പിനേഷൻ സം വർക്ക്ഔട്ട്. അപ്പോ അദ്നാന്റെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷൻ. ഓ വണ്ടർഫുൾ. അപ്പൊ സർ എങ്ങനെയാണ് സർ മാർബിൾ ഗാലറി എത്തിയത്? അനീസാണ് അവിടെ കൊണ്ടുവന്നത്. അനീസ് എങ്ങനെ എത്തിയത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ സർ ആക്ച്വലി അനീസ് ത്രൂ ആണ് വന്നത്. സർ ഫസ്റ്റ് വന്നപ്പോ അല്ലെങ്കിൽ മാമുമായിട്ടല്ലേ വന്നത്? നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത് അല്ലേ? മാം വന്നപ്പോ മാമിനെ ആദ്യം തന്നെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്തായിരുന്നു മാമിന് ഇഷ്ടപ്പെട്ടത് മാർബിൾ ഗാലറിയുടെ? ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ടൈലാണെങ്കിലും മാർബിൾ ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും സാറിന് ഒരു ചോയ്സസ്. നിങ്ങൾ ഓൾറെഡി ഇവിടുന്ന് കളർ തീം ഒക്കെ ഡിസൈഡ് ചെയ്തിട്ടല്ലേ പോയത്? അപ്പൊ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ കിട്ടിയോ?
എല്ലാം അത്യാവശ്യം കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കിട്ടി. എത്ര വീക്സ് അല്ലെങ്കിൽ ഡേയ്സ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു മാർബിൾ ഗാലറിയില്? ദിവസങ്ങളോളം ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എനിക്കൊരു എക്സിക്യൂട്ടീവ് സുർജിത്ത് ആണല്ലേ? അതെ അതെ അതെ, എങ്ങനെയുണ്ടായിരുന്നു സുർജിത്തിന്റെ സർവീസ്? അടിപൊളിയാണ്. അടിപൊളി സർവീസ് ആയിരുന്നു അല്ലേ? രാത്രി 8 മണി വരെ ഞാൻ കൊണ്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു, കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിച്ചു. സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ മാർബിൾ ഗാലറി ആയിട്ട്? കഴിഞ്ഞൊരു 15 years ആയിട്ട് ഞാൻ ഗാലറി ആയിട്ട് പർച്ചേസിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു 300ഓളം പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പം അതിലൊരു മെജോറിറ്റി അതിൻ്റെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഗാലറിയാണ്. അപ്പോൾ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് ഉണ്ട് ധാരാളം. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അവിടെ ഡിസ്പ്ലേയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ക്ലയൻസിന് എളുപ്പമാണ് ഒന്നുകൂടി പെട്ടെന്ന് സെലക്ട് ചെയ്ത് പോയത്. കാരണം നമ്മൾ ഒന്നാമത് നമ്മുടെ സമയക്കുറവ് മൂലം നമുക്ക് പർച്ചേസിങ് വരുമ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു പർച്ചേസ് തീർക്കാനാണ് എപ്പോഴും ട്രൈ ചെയ്യുക. അപ്പം ആ സമയത്ത് ധാരാളം കളക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു സംവിധാനം നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. താങ്ക് യു. അപ്പൊ വളരെ വളരെ നന്ദി മാം, സർ, ബിക്കോസ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, ഇവിടെ വന്ന് ഫുൾ കുടുംബസമേതമായിട്ട് ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തു, ഈ വീഡിയോ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. ആൻഡ് പിന്നെ അനീഷ് സാറിനെ പറ്റി പറയണ്ട, എപ്പോഴും സാറ് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് 15 years ആയിട്ട് മാർബിൾ ഗാലറിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നതാണ് സാറും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മാർബിൾ ഗാലറീസ് ഹോം ടൂർ.